നടിയുടെ ലൈംഗികാരോപണ പരാതിയിൽ നടന്മാരായ ജയസൂര്യ, മണിപ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും കേസെടുത്തു. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിപ്പിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസെടുത്തത്. ഇരുവർക്കുമെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടു. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കണം. ഇങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ അധികാരം ഇരിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അതിലിരിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല പുള്ളിക്കാരി. ഇത്രയും പുള്ളിയുടെ കാര്യമാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞത് നമുക്ക് ഒരു ആരോപണമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ മാത്രമല്ല, എത്ര പേരാണ് അദ്ദേഹത്തിൻ്റെ അതേ. അപ്പം പുള്ളിക്കാരൻ്റെ ഇതാണ് ഒരു റെഗുലറായിട്ട് പുള്ളിയുടെ ഹോബി ആയിരിക്കാം. അപ്പോൾ അത് ഒരു പൊയ്മുഖം വെച്ചിട്ട് ഒരു മാസ്ക് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ പുള്ളി ആ സ്ഥാനത്തിരിക്കുന്നത് MLA. പൊയ്മുഖക്കാരെ നമുക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക്, അല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കോ നമുക്ക് എന്ത് ഒരു സുരക്ഷയാണ് അവിടെ ഉള്ളത് പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പോൾ ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഹീസ് നോട്ട് ആപ്റ്റ് ആൻഡ് ഹീസ് നോട്ട് വർത്ത് ഫോർ MLA. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, തൻ്റെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്, ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നടി വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കെവി. ആലുവ സ്വദേശിനിയായ നടി കഴിഞ്ഞ 26-ാം തീയതിയാണ് മുകേഷ് MLA ഉൾപ്പെടെ 7 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിശദമായി ഇവരുടെ മൊഴി എടുക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘത്തിന് ഇവരുടെ മൊഴിയിൽ നിന്ന് കൃത്യത അല്ലെങ്കിൽ വിശ്വസനീയത ഉണ്ടായതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ 7 പേർക്കുമെതിരെ കേസെടുക്കുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത്. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു അടക്കമുള്ള നടന്മാരും ഒപ്പം കോൺഗ്രസ് ലീഗൽ സംഘടനയുടെ നേതാവായിരുന്ന ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ വിവിധ സ്റ്റേഷനുകളിലായി കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ തെളിവുകൾ നൽകാൻ താൻ തയ്യാറാകും. തന്റെ പക്കൽ ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം, ഫോൺ രേഖകൾ അടക്കമുള്ള മെസ്സേജുകൾ അടക്കമുള്ള കാലഘട്ടത്തിലെ പല തെളിവുകളും താൻ നൽകും. ഒപ്പം തന്നെ പല സഹപ്രവർത്തകർക്കും അന്ന് നടന്ന ഈ ഒരു സംഭവത്തെ പറ്റി വിശദീകരിച്ചിരുന്നു. അവരുടെ മൊഴികളും നൽകാൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ, തെളിവുകൾ നൽകിക്കൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകും. 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് തനിക്ക് കൂടുതൽ സഹായകമാണ്, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷകരമായ കാര്യം, തൃപ്തികരമായ കാര്യമാണെന്ന് ഈ നടി പറയുന്നുണ്ട്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഡാതടിയ സിനിമയുടെ സെറ്റിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് മണിയമ്പിള്ള രാജുവിനെതിരെയുള്ള പരാതി. ഇത് ഇങ്ങോട്ട് നോക്കിയ സിനിമയുടെ സെറ്റിൽ വെച്ച് സെക്രട്ടേറിയറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് ജയസൂര്യക്കെതിരെയുള്ള പരാതി. അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മോശമായി സമീപിച്ചെന്നാണ് ഇടവേള ബാബുവിനെതിരെയുള്ള പരാതി. മുകേഷിനെതിരെ മരട് സ്റ്റേഷനിലും, ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലും, മണിയമ്പിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലും, ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 4 നടന്മാർ, ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ലീഗൽ സംഘടനയുടെ നേതാവ് ചന്ദ്രശേഖരൻ, 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർ, 7 പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. മുകേഷിനെതിരെ IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലാത്സംഗം, ബലപ്രയോഗം, അതിക്രമിച്ചു കിടക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.